ഇതല്ലേ ഞങ്ങൾ ഇവിടെ ചൂണ്ടടിൻ്റെ അടിയിലേ ഇവിടുത്തെ ഈ ചുള്ളിക്കമ്പൊക്കെ വെട്ടാൻ കൊടുന്ന നമ്മളെ കത്തില്ലേ വെള്ളത്തേക്ക് പോയി. അപ്പോൾ ഗാന്തേറ്റ് എടുക്കണേ. ഇവിടെ 1.5-2 വെള്ളമുണ്ട്. അപ്പം ഇങ്ങനെ ഗാന്തം മുക്കി ട്രൈ ചെയ്യണേ. കിട്ടിയാ നല്ല ആയത്തിലാണേ. അപ്പൊ കിട്ടിയെന്നാ പറയണ്ടാവും. നോക്ക സംഗതി മുങ്ങിക്കണോ എവിടെ കിട്ടി കിട്ടി കത്തി കിട്ടിട്ടാ. ആ കാന്ത 3 ദിവസമായി പോയിട്ട് ഇവിടെ ചൂണ്ടുണ്ടാവുള്ള ഏരിയ ഉണ്ടാക്കാൻ വേണ്ടി വെട്ടിയപ്പോ കിട്ടിയതേനു. അപ്പൊ എന്തായാലും സംഗതി സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് കത്തി കിട്ടിയിട്ടുണ്ടാ. മടാൻ കത്തിയേനു വീട്ടിൽ നിന്ന് എടുത്തോടുന്നേനു. അപ്പൊ എന്തായാലും കഴിച്ചിലായിട്ടുണ്ട്. ഇതാണ് കണ്ടോളി. എന്താണ് നമ്മളെ കാന്തം ഇതല്ലട്ടോ സ്ട്രോങ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കാന്തുണ്ട്. അടുത്തരാന് കിട്ടുന്നില്ല. ഇതാണ് ഏറ്റവും സ്ട്രോങ്. കാരണം ഇതുണ്ടല്ലേ, ഇതിങ്ങാണ്ട് പൊന്തിച്ചാല് ഇങ്ങാണ്ട് പൂരിപ്പോരും. പക്ഷെ ഇതമ്മ ഒട്ടിച്ചകണ്ടേ പൊന്തിച്ചാലേ പൊണ്ടോളി ഇതുണ്ടോളി. ഇതിപ്പോ ഇങ്ങാണ്ട് പൊന്തിച്ചാല് ഊരിപ്പോരും. അതേസമയം ഇതിട്ടക്കാണ്ട് നമ്മളെ ആ ചെറിയൊരു കാന്തണ്ടല്ലോ ഇവിടെ പോയി ഇതാ അതുകൂടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചക്കാണ്ട് ഇങ്ങാണ്ട് ഒട്ടിച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെയും പിടിക്കാം. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇതേപോലെ സാധനങ്ങൾ പോയാലേ ഇതൊന്നും ശ്രദ്ധിച്ചോട്ടാ. കണ്ടോളി ഇതല്ലേ, എത്ര ഇളക്കിയാലും പോരൂല. അത്ര സ്റ്റെക്കായാണ് നിൽക്കും. അതേസമയം ഈ സ്പെഷ്യൽ കാന്തല്ലേ ഇതൊന്നാണ്ട് മാറ്റിക്കാണ്ട് നമ്മൾ അതേമാതിരി ഒട്ടിച്ചാൽ ഇങ്ങാണ്ട് പൊന്തിച്ചുമ്പോത്തിന് ഏതൊട്ടുണ്ട്. അതിവിടെ കുടുങ്ങിയതേട്ടാ. ഞാനും വിചാരിച്ചു അങ്ങനെ പൊട്ടുണ്ട്. ഇങ്ങാണ്ട് ഒട്ടിച്ചാൽ ഇതിങ്ങാണ്ട് പൊന്തിച്ച് വരി പോരും. അപ്പം അതാണ് ഈ 2 കാന്തം തമ്മിലുള്ള മാറ്റം. ഇതൊരു ചെറിയ കാന്താണ്, പക്ഷെ ഹൈ പവറാട്ടാ. അപ്പം എന്തായാലും കത്തിട്ടി.